വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതി വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ വാഗേരി സ്വദേശിനി പ്രവീണയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. എം കമലുണ്ട് വിശദാംശങ്ങളുമായി. കമൽ, ഇവരുടെ കുടുംബത്തിലെ അംഗമാണോ ഇത്? കൊലപാതകം, കൊലയാളി അവരുടെ കുടുംബത്തിലെ അംഗമാണോ? പോലീസ് എന്താണ് പറയുന്നത്? ഇപ്പോഴും അക്കാര്യത്തിലൊരു വ്യക്തതയില്ല. ഇവരുടെ ഭർത്താവിന്റെ പേര് സുധീഷ് എന്നാണ്. സുധീഷുമായി പിരിഞ്ഞ ഇവർ മറ്റൊരാൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. അയാളെ ഇപ്പോൾ ഈ ആൺ സുഹൃത്തിനെ ഇപ്പോൾ കാണാനില്ല. ദിലീഷ് എന്നാണ് ഈ സുഹൃത്തിന്റെ പേര് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദിലീഷിന്റെ കൂടെയാണ് പ്രവീണയും മക്കളും കുറച്ചു കാലമായി താമസിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ കൊലപാതക സ്ഥലത്ത് നിന്ന് ദിലീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അനർഘ എന്ന മകൾക്കാണ് ചെവിക്കും കഴുത്തിനും വെട്ടേറ്റ് ചികിത്സ തേടിയത്. 14 വയസ്സുള്ള മകളാണ്. 9 വയസ്സുള്ള മറ്റൊരു മകളുണ്ട്, അബിന എന്നു പേരുള്ള കുട്ടി. പക്ഷേ ഈ കുട്ടി മിസ്സിംഗ് ആണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. പോലീസ് ഈ അബിനയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ കൂടെ താമസിച്ചിരുന്ന ദിലീഷിനെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. കമൽ, കൂടെ താമസിച്ച ആളെയും പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെയും കാണാതായി എന്ന് പറയുന്നത് അതീവ ഗൗരവതരമായ ഒരു വിഷയമല്ലേ? തീർച്ചയായും ഗൗരവതരമായൊരു വിഷയമാണ്. കനത്ത മഴ പെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിലൊക്കെ ദുഷ്കരമാണ്. ഈ മകൾ ഇനി കൊലപാതകം കണ്ട് ഭയന്ന അടുത്തെവിടെങ്കിലും മാറി നിൽക്കുകയാണോ എന്നറിയില്ല. എന്തായാലും പോലീസ് ഊർജിതമായി തിരയുന്നുണ്ട്. മൂത്ത മകളെ ചെവിക്കും കഴുത്തിനും പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പപ്പാറ എന്ന് പറയുന്നത് വനത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിലൊക്കെ വളരെ ദുഷ്കരമാണ് രാത്രി സമയത്തും പ്രത്യേകിച്ച്. അതുതന്നെയാണ് വയനാട് തിരുനെല്ലി അപ്പപ്പാറയിലാണ് യുവതി വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ എന്നുള്ള വാർത്ത വരുന്നത്. ഇവർക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾ കഴുത്തിന് വെട്ടേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു പെൺകുട്ടിയെയും ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന ആളെയും കാണാതായി എന്നുള്ള വിവരവുമുണ്ട്. പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. എം കമലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.